പ്രിയമുള്ളവരെ നമസ്കാരം. ബാഡ് ബോയ്സ് റഹ്മാൻ, വിപിൻ ജോർജ്, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, ഹരിശ്രീ അശോകൻ, ബാബു ആൻ്റണി, ഷീലു എബ്രഹാം എന്നിവരെ ചേർത്ത് വെച്ച് സാരംഗ് ജയപ്രകാശ് കഥയും തിരക്കഥയും എഴുതി ഒമർ ലുലു സംവിധാനം ചെയ്ത പുതിയ മലയാള കൂതറ സിനിമയാണ് ബാഡ് ബോയ്സ്. ഛായാഗ്രഹണം ആൽബി ആൻ്റണിയാണ്. ഈ സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ദിലീപ് ഡെന്നീസുമാണ്. ഏറെ കാലത്തിന് ശേഷം റഹ്മാൻ മലയാളത്തിലേക്ക് തിരിച്ചു വന്നു എന്നൊരു പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. സത്യം പറഞ്ഞാൽ റഹ്മാൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ സിനിമ കാണാൻ പോയത്. കാരണം എൻ്റെയൊക്കെ ഒരു യൗവനകാലത്ത്, അതായത് 1983 റിലീസായ കൂടെവിടെ തുടങ്ങി ശേഷം വന്ന കാണാമറയത്ത്, തമ്മിൽ കൂടും തേടി, ഈ തണലിൽ ഇത്തിരി നേരം, ഇവിടെ തുടങ്ങുന്നു, പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് തുടങ്ങിയ ഒട്ടനവധി സിനിമകളിലൂടെ റഹ്മാൻ നമ്മുടെ ഇഷ്ടങ്ങളിൽ ഇടം പിടിച്ച നടനാണ്. അക്കാലത്ത് റഹ്മാൻ രോഹിണി ജോഡികളുണ്ടോ എങ്കിൽ പടം സൂപ്പർ ഹിറ്റാണ്. ആ റഹ്മാനെ കാണാനാണ് ആളുകൾ തിയേറ്ററിലെത്തുന്നത്. പക്ഷേ നിരാശയായിരുന്നു ഫലം. കൂതറ പടം എന്ന് പറഞ്ഞാൽ തനി കൂതറ പടം. ഒരു ലോക്കൽ ഗുണ്ടയായി നടക്കുന്ന റഹ്മാൻ പല പ്രശ്നങ്ങളിൽ ചെന്നുപെടുന്നതാണ് സിനിമ. ഒരു ക്ലീഷെ മലങ്കൾട്ട്. മലങ്കൾട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ സിനിമയുടെ റിവ്യൂ പറയാൻ അശ്വന്ത് ഗോക്കിനെ കണ്ടില്ല. റിവ്യൂ പറഞ്ഞ സീക്രട്ട് ഏജൻ്റ് ആണെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായവും പറഞ്ഞിരിക്കുന്നു. ഒത്തിരി നല്ല പടങ്ങളെ വളരെ മോശമായി റിവ്യൂ പറഞ്ഞിട്ടുള്ള സീക്രട്ട് ഏജൻറ്റ് ഒമർ ലുലുവിൻ്റെ ഈ പടം സൂപ്പറാണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല. റഹ്മാന് ഈ സിനിമയിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഒരു ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിൽ സ്ക്രിപ്റ്റിൽ എഴുതി വച്ചിരിക്കുന്ന പോലെ എന്തൊക്കെയോ ചെയ്യുന്നു, അത്ര തന്നെ. മറ്റൊരു കാര്യം, ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ്, അതായത് തലേ ദിവസം, ആൻ്റണി പെപ്പെ, ആസിഫ് അലി, ടോവിനോ തോമസ് എന്നിവർ ചേർന്ന് അവരുടെ സിനിമകളെക്കുറിച്ച് കൂട്ടമായി പ്രൊമോട്ട് ചെയ്തിരുന്നു. അതെല്ലാം സിനിമയിലെ പവർ ഗ്രൂപ്പിൻ്റെ കളികളാണെന്നും അവർ മറ്റു സിനിമകളെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്നും ഈ സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ ഷീലു എബ്രഹാം ആരോപണം ഉന്നയിച്ചിരുന്നു. ഒന്ന് ചോദിച്ചോട്ടെ മാഡം, ഇതിനു മുമ്പ് നിങ്ങൾ പ്രൊഡ്യൂസറല്ലാത്ത ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ലാത്ത ഹൈപ്പും ആരോപണങ്ങളുമൊക്കെയായി പടം ഹിറ്റാക്കാൻ നോക്കിയാൽ തോൽവി എന്നേ പറയാനുള്ളൂ. നല്ല സിനിമയാണെങ്കിലും ആളുകൾ സ്വീകരിക്കും, അല്ലാത്തത് ചവിറ്റുകൊട്ടയിൽ എറിയുകയും ചെയ്യും. സിനിമ എന്നാൽ സ്റ്റോറി വേണമെന്നോ ലോജിക്ക് വേണമെന്നോ നിർബന്ധമൊന്നുമില്ല. പക്ഷേ പ്രേക്ഷകൻ്റെ കാശ് വാങ്ങിയെടുക്കുമ്പോൾ ചെറിയൊരു പ്രതിബദ്ധത പ്രേക്ഷകനോടാവാം. നിർത്തുന്നു. മറ്റൊരു സിനിമ വിശേഷങ്ങളുമായി കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.